ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ ഈ ഡ്രൈ ആയിട്ടുള്ള ഹെയർ ഉള്ളവർക്കും അതുപോലെ ഭയങ്കര ഫ്രിസി ആയിട്ടുള്ള ഹെയർ ഉള്ളവർക്കും പറ്റിയ നല്ലൊരു ഹെയർ കെയർ വീഡിയോ ആണ്. ഈ നമ്മുടെ മുടിയൊക്കെ ഈ ഭയങ്കര പിരിപിരിപ്പിരിപ്പിരാന്നിരിക്കുന്ന ഒരു ടെക്സ്ചർ ഉള്ളവർക്കേ ഉണ്ടാവുമല്ലോ. ഇപ്പൊ എന്റെ ഹെയർ എന്ന് പറയുമ്പോൾ ഭയങ്കര ഡ്രൈ ആണ്. അപ്പൊ ഞാൻ ഇത് വീക്ക്ലി വൺസ് ഒക്കെ ചെയ്യുന്ന ഒരു ഹോം റെമഡി ആണ്. ഇപ്പൊ നമുക്ക് വീക്ക്ലി വൺസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ 2 വീക്സ് കൂടുമ്പോഴാണെങ്കിലും നമുക്ക് ചെയ്താൽ മതി. ഭയങ്കര റിസൾട്ട് ആണ്. എനിക്ക് ഇതിന്റെ നല്ല ബെസ്റ്റ് റിസൾട്ട് ആണ്. ഞാൻ എല്ലാ സൺഡേയും ഹെയർ കെയർ ചെയ്യുന്ന ഒരാളാണ്. എല്ലാ സൺഡേയും ഞാൻ ചെയ്യും. കാരണം എന്റെ ഹെയർ ഇതിനേക്കാൾ ഭയങ്കര ഡ്രൈ ആയിരുന്നു. മുന്നത്തെ ഹെയർ എന്ന് പറയുമ്പോൾ നല്ല ഡ്രൈ ആയിരുന്നു. അപ്പൊ തൊട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പൊ കൂടുതലും ഞാൻ ചെയ്യുന്ന ഹെയർ കെയർ ഇതാണ്. എനിക്ക് നല്ല റിസൾട്ട് ആണ്. അപ്പം ഈ ഫ്രിസി ആയിട്ടുള്ള ഹെയർ ഉള്ളവർക്കും അതുപോലെ ഡ്രൈ ആയിട്ടുള്ള ഹെയർ ഉള്ളവർക്കും ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. കാരണം ഒരു പരിധി വരെ നമ്മുടെ ഡ്രൈനെസ് ഒക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഒട്ടും ലേറ്റ് ആക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമുക്ക് ഇതിന് ഫസ്റ്റ് വേണ്ട ഇൻഗ്രീഡിയന്റ് പറഞ്ഞാൽ അലോവേറ ഇല്ല. അലോവേറയാണ്. ഇപ്പൊ വീട്ടിലുള്ള അലോവേറ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. അലോവേറയുടെ പൾപ്പ് മാത്രമായിട്ട് എടുക്കുക. പിന്നെ നമുക്ക് എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ പഴമാണ്. ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് ഏത്തപ്പഴമാണ്. ഏത്തപ്പഴം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ റോബസ്റ്റ പഴം ഇല്ല, അതാണേലും മതി. പിന്നെ നമുക്ക് എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ചോറാണ്. നമ്മുടെ വീട്ടിൽ വെക്കുന്ന ചോറില്ല, നോർമൽ ചോറ് എടുക്കുക. കുറച്ച് ഒരു ബൗളോ ചോറ് എടുക്കുക. പിന്നെ നമുക്ക് ചിരകിയ തേങ്ങ എടുക്കുക. അപ്പൊ ക്യൂബ്സ് ആണെങ്കിൽ അതാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ തൈര് എടുക്കുക, കുറച്ച് തൈര് എടുക്കുക. ഇത്രയും ഇൻഗ്രീഡിയന്റ് നമ്മുടെ മിക്സിയിൽ ജാറിൽ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ല അരച്ചിട്ട് നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് എടുക്കുക. ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. ഒരുപാട് ലൂസ് ആക്കാതെ നന്നായിട്ട് ടൈറ്റ് ആയിട്ട്, ഒരുപാട് ടൈറ്റ് അല്ല എന്നാൽ നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല സ്മൂത്ത് ആയിട്ട് നന്നായിട്ട് അരയണം. നല്ലോണം അരയണം. തരിതരിപ്പൊന്നും ഇല്ല, നന്നായിട്ട് അരച്ചെടുക്കുക. ഇത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ മുടിയുടെ ജടയെല്ലാം കളഞ്ഞിട്ട് നമ്മൾ നേരെ സെൻട്രൽ പാർട്ടീഷൻ എടുക്കാം. സെൻട്രൽ പാർട്ടീഷൻ എടുത്തിട്ട് നമ്മുടെ ഉച്ചിയില്ലേ അവിടെ നിർത്തിയിട്ട് നമ്മൾ ചെറിയൊരു സ്ക്വയർ മാതിരി ഹെയർ എടുക്കുക. അവിടെ നിർത്തിയിട്ട് ചെറിയൊരു സ്ക്വയർ പോലെ ഹെയർ എടുത്തിട്ട് ഒരുപാട് തിക്കായിട്ടല്ല, എന്നാൽ ഒരുപാട് തിന്നായിട്ടല്ല. ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന ആ രീതി കണ്ടില്ലേ, ഇത്രയും ഒരു ഭാഗം എടുക്കുക. എന്നിട്ട് അതിന്റെ പകുതി എടുക്കുക. ആ എടുത്തിരിക്കുന്ന ഹെയർ ഇല്ലേ, ആ ഹെയറിന്റെ അവിടെ നിന്ന് അത് വിട്ടിട്ട് പകുതി എടുക്കുക. അതിന്റെയും പകുതി ഹെയർ എടുക്കുക. പകുതി ഹെയർ എടുത്തിട്ട് ഇവിടെ നിന്നാണ് ഞാൻ അപ്ലൈ ചെയ്യുന്ന ഇങ്ങനെയാണ്. ഞാൻ എല്ലാ ഹെയർ മാസ്കും അപ്ലൈ ചെയ്യുന്ന ഇങ്ങനെയാണ്. ഇത്രയും ഒരു സെക്ഷൻ ഓഫ് ഹെയർ എടുത്തിട്ട് നമ്മുടെ മാസ്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി തുടങ്ങുക. അതായത് സ്കാൽപ്പിൽ തൊട്ടിട്ട്, അതായത് നമ്മുടെ റൂട്ട് തൊട്ടിട്ട് നമ്മുടെ എൻഡ് പോർഷൻ വരെ നന്നായിട്ട് അപ്ലൈ ചെയ്യണം. അതായത് കൈ കടത്തിയിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇപ്പൊ നമ്മുടെ സ്കാൽപ്പിൽ തൊട്ടിട്ട്, ഇപ്പൊ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത് കാണിച്ചത്. സ്കാൽപ്പിൽ തൊട്ടിട്ട് നമ്മുടെ അതായത് സ്കാൽപ്പിൽ തൊട്ടിട്ട് നമ്മുടെ ആ എൻഡ് വരെ നന്നായിട്ട് കൈ കിടത്തിയിട്ട് ബാക്കിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് നിർത്താൻ ആ ഭാഗത്ത് തന്നെ നിർത്തിയിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ടൈറ്റേ ആക്കരുത്, ഒരു ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് അവിടെ തന്നെ നിർത്തുക. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇവിടെ നിർത്തിയിട്ട് ഇനി എടുക്കേണ്ട ഭാഗം എന്ന് പറഞ്ഞാൽ അതിന്റെ സൈഡ് പോർഷൻ എടുക്കുക. ഇപ്പം ചീപ്പ് യൂസ് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ, കൈ കൊണ്ടാണെങ്കിലും നമുക്ക് ജസ്റ്റ് എടുക്കാം. അത്രയും പോർഷൻ എടുത്തിട്ട് അതിന്റെ സൈഡിലെ പോർഷൻ എടുത്തിട്ട് അവിടുന്ന് അപ്ലൈ ചെയ്യുക. കണ്ടോ, ഹെയർ മാസ്ക് അപ്ലൈ ചെയ്തിട്ട് ബാക്കിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് അപ്ലൈ ചെയ്തിട്ട് അതിന്റെ ബാക്കിൽ നമ്മളിങ്ങനെ ഉണ്ടയായിട്ട് ഇപ്പൊ കെട്ടിവെച്ചിട്ടില്ലേ, ആ ഒരു പോർഷനിൽ നിന്ന് താഴത്തേക്ക് നമ്മൾ അതിന്റെ ചുറ്റിനുമായിട്ട് നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. കണ്ട, അതിന്റെ ചുറ്റിനും ട്വിസ്റ്റ് ചെയ്ത് നിർത്തുക. ഇനി ആ എടുത്ത ഹെയറിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഹെയർ എടുക്കുക. അത് നമുക്ക് ചീപ്പ് യൂസ് ചെയ്യണമെന്നൊന്നുമില്ല, ഇപ്പൊ കൈ കൊണ്ടാണെങ്കിലും എടുത്താൽ മതി. ആ എടുത്ത പോർഷന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് പോർഷനിൽ നിന്ന് ഹെയർ എടുക്കുക. ഇപ്പൊ ഞാൻ കാണിക്കുമ്പോൾ മനസ്സിലാവും. കണ്ടോ, ഇതേപോലെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഹെയർ എടുക്കുക. ആ ഹെയറിന്റെ അവിടെ നിന്ന് അതേപോലെ തന്നെ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യുക. മാസ്ക് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ബാക്കിൽ കൂടെ ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെ വരിക. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈവൻ ആയിട്ട് നമ്മുടെ ഹെയർ മാസ്ക് ഫുള്ള് പിടിക്കും നമ്മുടെ ഹെയറിൽ. ഇപ്പൊ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഴിച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഹെയർ മാസ്ക് ഫുൾ ആയിട്ട് പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ അഴിച്ചിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും പിടിക്കണമെന്നില്ല. പക്ഷെ ഇങ്ങനെ നമ്മൾ കുറച്ച് സമയം അധികം എടുക്കുമെന്നേ ഉള്ളൂ. കുറച്ച് റെസ്റ്റ് എടുത്ത് പതുക്കെ ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈവൻലി എല്ലായിടത്തും നമുക്ക് പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ ഞാനിത് വീക്ക്ലി വൺസ് ആണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ കൂടുതൽ സൺഡേ ആണ് ചെയ്യാറുള്ളത്. ഞാൻ വീക്ക്ലി വൺസ് ആണ് ചെയ്യുന്നത്. പിന്നെ വീക്ക്ലി വൺസ് ചെയ്യാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ 2 വീക്സ് കൂടുമ്പോഴാണെങ്കിലും ചെയ്യുക. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെയറിലെ ഡാമേജ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഡ്രൈനെസ് നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെയെന്ന് പറഞ്ഞാൽ ഫ്രിസി ആയിട്ടുള്ള ഹെയർ ഇല്ലേ, അവരുടെ ഫ്രിസ്നെസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിലെടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയന്റ് ഇല്ലേ, ഇപ്പം നമുക്ക് അലോവേറ ജെല്ലി, ഇപ്പം നമുക്ക് വീട്ടിലില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തത്തെ നമ്മൾ വാങ്ങിക്കുന്ന അലോവേറ ജെല്ലില്ലേ, അതാണെങ്കിലും എടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മുടെ ചോറ് ഏത് അരിയുടെ ആണെങ്കിലും കുഴപ്പമില്ല, ചോറ് എടുക്കുക.
എന്ത് അരിയുടെ ചോറാണെങ്കിലും എടുക്കാം. അതുപോലെ തന്നെ തേങ്ങ ഇല്ലേ, നമ്മൾ കുറച്ച് തേങ്ങ അതൊക്കെ ക്യൂബ്സ്, ഇപ്പം ചിരകാൻ പാടാണെന്നുണ്ടെങ്കിൽ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇതിന്റെ കൂടെ വേണമെങ്കിൽ നമ്മുടെ വൈറ്റമിൻ ഇഡിയോൺ ടാബ്ലറ്റ് ഇല്ല, അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ പഴം എടുത്തിട്ടില്ലേ, ഇപ്പം നേന്ത്രപ്പഴം ഇല്ല, അല്ലെങ്കിൽ ഏത്തപ്പഴം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റോബസ്റ്റ പഴമില്ലേ. ഇപ്പൊ ഞാൻ കൂടുതൽ റോബസ്റ്റ പഴമാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇന്നിപ്പോ നേന്ത്രപ്പഴം നമ്മുടെ ഏത്തപ്പഴം ഉള്ളായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ യൂസ് ചെയ്തത്. അങ്ങനെ ഇത്തിരി മാറ്റങ്ങൾ വരുത്തില്ല, ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ ഇൻഗ്രീഡിയന്റ് ഒക്കെ തന്നെ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. കണ്ടോ, ഇപ്പം നമ്മൾ അത്രയും പോർഷനാണ് നമ്മുടെ ഹെയർ എടുത്ത് നിർത്തിയ പോർഷൻ വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിലായിട്ടാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ബാക്കിൽ അതേപോലെ തന്നെ നമ്മൾ കുറച്ച് പോർഷൻ എടുക്കുക, അതിന് അപ്ലൈ ചെയ്യുക ഫ്രണ്ടിൽ കൂടി. ഇനി ഫ്രണ്ടിലേക്കാണ് നമ്മൾ ട്വിസ്റ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടെങ്കിൽ ഫ്രണ്ടിലേക്ക് ട്വിസ്റ്റ് ചെയ്യുക. അങ്ങനെ ഓപ്പോസിറ്റ് അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഫുള്ളായിട്ട് അപ്ലൈ ആകും. നന്നായിട്ട് നമ്മുടെ ഹെയർ ഫുള്ള് പിടിക്കും. അത് റൂട്ട് തൊട്ട് നമ്മുടെ എൻഡ് വരെ ഫുള്ളായിട്ട് പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കണ്ടോ, ഇത്രയും നമ്മൾ ഫുള്ള് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഫുൾ കാണുമ്പോൾ തന്നെ ക്ലിയർ ആയിട്ട് നല്ല ക്ലീൻ ആയിട്ട് നമ്മൾ നല്ല നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ ബൺ കിട്ടത്തില്ല, അമ്മക്കെട്ട് കിട്ടുന്ന കണക്ക് നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട്. അപ്പൊ ഇത്രയും അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യുക. ഒരു 30 മിനിറ്റോളം റെസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ നോർമൽ വാട്ടറിൽ കഴുകി കളയുക. മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു, ഞാൻ മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്തിട്ടാണ് കഴുകി കളയുന്നത്. കഴുകി കളഞ്ഞ റിസൾട്ടാണ് ഈ കാണുന്നത്. നമുക്ക് പിടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല ഭയങ്കരമായിട്ട് സ്മൂത്ത് ആക്കും കേട്ടോ. കാരണം ഈ ഇൻഗ്രീഡിയൻ്റ് എല്ലാം നമ്മുടെ ഹെയർ നന്നായിട്ട് സ്മൂത്ത് ആക്കാനും അതുപോലെ ഹെയറിലുള്ള ഡാമേജ് മാറ്റാനും നല്ല സിൽക്കി ആയിട്ട് കിടക്കാനും യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മളെല്ലാം ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഇത്രയും ഇൻഗ്രീഡിയൻ്റ് എല്ലാം നമ്മുടെ നന്നായിട്ട് ഹെയർ സ്മൂത്ത് ആക്കാനും നല്ല നമ്മുടെ സോഫ്റ്റ് ആക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് എല്ലാം. അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇപ്പൊ നമുക്ക് അലോവേറ ജെൽ വീട്ടിൽ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അലോവേറ ജെല്ലില്ല, അതാണെങ്കിലും മതി. അതുപോലെ ഏത്തപ്പഴം ഇപ്പൊ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കയ്യിൽ കിട്ടുന്ന പഴം, ഇപ്പൊ റോബസ്റ്റേക്ക് ആണെങ്കിലും കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇപ്പൊ ഏത്തപ്പഴം ഇല്ലാന്നുണ്ടെങ്കിൽ റോബസ്റ്റേ ആണെങ്കിലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പൊ അങ്ങനെ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുത്തുന്നതിന് പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമ്മൾ ഇത് ഈ മിക്സ് റെഡിയാക്കുമ്പോഴത്തേക്കും ഒത്തിരി അങ്ങ് ലൂസായി പോകാതിരുന്നാൽ മാത്രം മതി. ഒരു കുറച്ചൊരു തിക്കില് അപ്ലൈ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിൽ നിന്ന് ഇങ്ങനെ ഒഴുകി പോകത്തില്ല. അപ്പൊ അതൊക്കെ ഒന്ന് കുറച്ച് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിരിക്കുന്നു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൻ ഉണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്യുക. എന്നാലും ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. അപ്പൊ നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ബൈ.